പുന്നത്രപ്പുരയ്ക്കൽ BBC വൈശുംഭാഗം ബോട്ട് ക്ലബിന്റെ പുന്നത്രപ്പുരയ്ക്കൽ ഇതാ മത്സരം ആരംഭിച്ചിരിക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കുമ്പോൾ ജലത്തുള്ളികളെ ആകാശത്തേക്ക് കുത്തിയെറിഞ്ഞുകൊണ്ട്, ജലപ്പൊട്ടുകളെ, ജലകണികകളെ ആകാശത്തേക്ക് കുത്തിയെറിഞ്ഞുകൊണ്ട് 3 ചെറു ജലരാജാക്കന്മാർ കടന്നു വരുന്നു. ഒരു ചരട് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഈ പമ്പയുടെ വിരിമാറിൽ ഇടിനാദം തീർത്തുകൊണ്ട് ഇരുകരകളിലും തിങ്ങി നിറഞ്ഞിരിക്കുന്ന 10,000-കണക്കിന് ജലോത്സവ പ്രേമികളെ ആവേശത്തിൽ ആറാടിച്ചുകൊണ്ട് 3 ജലരാജാക്കന്മാർ കടന്നു വരുന്നു. 1-ലെ PG കരിപ്പുഴ, 2-ലെ ചിറമേൽ തോട്ടുകടവൻ, 3-ലെ പുന്നത്തറപ്പുരയ്ക്കൽ. 1-ാം ട്രാക്കിലെ PG കരിപ്പുഴ അല്പം മുമ്പിലായി കടന്നു വരുന്നു. ഇല്ല, ഒപ്പത്തിനൊപ്പം ചിറമേൽ തോട്ടുകടവനുണ്ട്, പുന്നത്തറപ്പുരയ്ക്കലുണ്ട്. ഒപ്പത്തിനൊപ്പം അല്പം മുമ്പിലായി PG കരിപ്പുഴ, ചിറമേൽ തോട്ടുകടവൻ, പുന്നത്തറപ്പുരയ്ക്കൽ. 3 ചെറു ജലരാജാക്കന്മാർ. അതാ PG കരിപ്പുഴ അല്പം ലീഡെടുക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതെ, PG കരിപ്പുഴ അടവങ്കായങ്ങൾ 3 പമ്പരം പോലെ, കുടച്ചക്രം പോലെ കറക്കിയെറിഞ്ഞുകൊണ്ട് കരിനാഗങ്ങൾ ഇടിഞ്ഞു നീന്തി വരുന്നത് പോലെ ആ തുഴകൾ സർവശക്തിയും ആ നയമ്പുകളിൽ ആവാഹിച്ചുകൊണ്ട് കുട്ടനാടിന്റെ കരുമാടിക്കുട്ടന്മാർ ആ മുഴുവൻ സാംസ്കാരിക ചൈതന്യവും ആ നയമ്പുകളിൽ ആവാഹിച്ചുകൊണ്ട് അവരങ്ങനെ കടന്നു വരുന്നു. അതെ, ഇതാ വള്ളപ്പാടുകൾക്ക് ലീഡെടുത്തുകൊണ്ട് PG കരിപ്പുഴ ലീഡെടുക്കുന്നു. ഈ വർഷത്തെ മൂലം ജലോത്സവത്തിൽ ഞങ്ങളുടെ ചരിത്രം രചിക്കുവാൻ കടന്നു വരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ സാംസൺ ചാക്കോ ക്യാപ്റ്റനായിട്ടുള്ള PG കരിപ്പുഴ, തൊട്ട് പിന്നാലെ തന്നെ ചിറമേൽ തോട്ടുകടവനുണ്ട്. ചരിത്രങ്ങൾ രചിച്ചിട്ടുള്ള ചിറമേൽ തോട്ടുകടവൻ 2017, 18, 19 കാലഘട്ടങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ, 11, 13 കാലഘട്ടങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടവൻ ചിറമേൽ തോട്ടുകടവനെങ്കിൽ ചരിത്രങ്ങളുടെ കഥകൾ ഇനിയും പറയുവാനുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരികയാണ് 1-ലെ PG കരിപ്പുഴ. ശേഷം വിവരണം ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ സന്തോഷ് വെളിയനാട്. ആവേശകരമായ ബെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. എത്ര മനോഹരമായ പമ്പയാറിന്റെ തീരം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. 44 നദികളാലും 34 കായലുകളാലും സമ്പുഷ്ടമായ നമ്മുടെ കൊച്ചു കേരളം. അതേ, ഈ കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടില് പമ്പയാറ്റില് അതേ 2025 രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ പൊടിപൊടിപ്പിക്കുമ്പോൾ ഇതാ ഫൈനൽ മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് 1446.6 മീറ്റർ ദൈർഘ്യത്തില് ഈ ജലമേളകളിലെ ഏറ്റവും കൂടിയ ദൂരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചമ്പക്കുളം പമ്പയാറ്റിലെ മൂലം ജലോത്സവത്തില് ബെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ഏതാണ്ട് കടൽക്കുത്താണോ കായൽക്കുത്താണോ കുത്തിക്കൊണ്ട് ഇതാ ജനലക്ഷങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് ബെപ്പ് ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തില് ഇതാ 35 മുതൽ 45 ആളുകൾ വരെ തുഴയുന്ന സുന്ദരമായ വെപ്പ് വള്ളങ്ങള്. 1-ൽ വരുന്നത് 9-ാം നമ്പർ വള്ളം PG കരിപ്പുഴ, കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് സാംസൺ ചാക്കോ ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ 2-ാം ട്രാക്കിൽ വരുന്നത് 10-ാം നമ്പർ വള്ളം ചിറമേൽ തോട്ടുകടവൻ, കൊടുപ്പുന ബോട്ട് ക്ലബ്ബ് ഫാസി പുല്ലാങ്കുളം ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ 3-ലൂടെ വരുന്നത് 11-ാം നമ്പർ വള്ളം പുന്നത്രപ്പുരയ്ക്കൽ BBC വൈശുംഭാഗം അർജുൻ മേൽപ്പുറവും ലിനി തൈപ്പറമ്പിലും ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ PG കരിപ്പുഴയ്ക്ക് ചരിത്രമുണ്ട്, ചിറമേൽ തോട്ടുകടവന് ചരിത്രമുണ്ട്. ചരിത്രങ്ങള് 2018 നീറ്റിലിറങ്ങിയ വള്ളമാണ് PG കരിപ്പുഴ. 18-ലും 2023-ലും നെഹ്റു ട്രോഫി ജേതാക്കളാണ്. തുഴയുന്നത് കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബാണ്. എങ്കിൽ 10-ാം നമ്പർ വള്ളം ചിറമേൽ തോട്ടുകടവൻ 2011-ലും 12-ലും 13-ലും 16-ലും 17-ലും 19-ലും 22-ലും അങ്ങനെ 7 തവണ ട്രോഫി കൈവാഴ ഏറ്റുവാങ്ങിയവര് കൊടുപ്പുന ബോട്ട് ക്ലബിന്റെ ഫാസി പുല്ലാങ്കുളത്തിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ 11-ാം നമ്പർ വള്ളം പുന്നത്രപ്പുരയ്ക്കല്. അവർക്ക് മറ്റ് ചരിത്രമില്ലെങ്കിലും അർജുനനും ലിനുവും ലീഡൻസിയില് ക്യാപ്റ്റൻസിയില് കുതിച്ചു വായുകയാണ്. ഏതായാലും കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് ഇതാ വെടിനാദത്തെ ആ ഇടിയൊച്ച പോലെ ചുണ്ടൻ വള്ളങ്ങളിൽ പ്രതിധ്വനിക്കുമെങ്കിൽ ഇതാ വെപ്പ് വള്ളങ്ങളില് ആ ഡ്രം സെറ്റിന്റെ സ്വരത്തില് ഡ്രം റെസിന്റെ താളത്തില് ഇതാ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ സാംസൺ ചാക്കോ PG കരിപ്പുഴയില് വെള്ളത്തിലൂടെ പറന്നെടുക്കുകയാണ്. എത്ര സുന്ദരമായ
സുവർണമായ നിമിഷം. കാണികൾ ഇവിടെ ആവേശത്തിന്റെ തിരമാലകളിൽ ആർപ്പുവിളി മുഴക്കുന്നു, താളങ്ങൾ മുഴക്കുന്നു. PG കരിപ്പുഴ ആ വള്ളം ഇങ്ങ് വെടിവെട്ട് പോരുകയാണ്, വള്ളപ്പാടുകൾക്ക് വിട്ടുപോരുകയാണ്. ഇതാണ് മത്സര വള്ളംകളി. വള്ളംകളി എതിരാളികൾക്ക് മറ്റ് യാതൊരു സംശയവുമില്ലാതെ തുഴഞ്ഞടുക്കുകയാണ്. ജഡ്ജസിന് ഇവിടെ ശങ്കിക്കേണ്ട കാര്യമില്ല, മറ്റാർക്കും ഇവിടെ ശങ്കിക്കേണ്ട കാര്യമില്ല. മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം മതി. എങ്കിലും PG കരിപ്പുഴ അവരുടെ താളമൊന്നും മുറുക്കുന്നുണ്ടോ? ഇല്ല. വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ പോന്നപ്പോഴുണ്ടല്ലോ, ഇരു കരകളിലും ഉള്ളവരെയൊക്കെ ഒന്ന് ആസ്വദിച്ച് പോരണം. അതുകൊണ്ട് അവർ സൈഡിലേക്ക് നോക്കുന്നുണ്ട്, അടവങ്കായങ്ങൾ കുത്തിയെറിയുന്നുണ്ട്, വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എത്ര മനോഹരമായ ദൃശ്യം. അങ്ങനെ PG കരിപ്പുഴ അതേ സാംസന്റെ നേതൃത്വത്തില്, സാംസൺ ചാക്കോയുടെ നേതൃത്വത്തില് കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് ഇതാ താളത്തില് അടവങ്കായങ്ങൾ കുത്തിയെറിഞ്ഞുകൊണ്ട് ഇതാ കടന്നു വരുന്നു. 9-ാം നമ്പർ വള്ളം 1-ാം ട്രാക്കിലൂടെ. അയ്യടാ പോയടാ, അയ്യോ പോയേ എന്നൊക്കെ പാടാൻ തോന്നും, പക്ഷെ പറ്റുന്നില്ല. അവർ ഇടിച്ചു കൊത്തുകയാണ്. എന്തൊരു മനോഹരമായ അതേ പച്ചത്തത്തയെ പോലെ അതേ ആ വള്ളംകളികളുടെ ആ നദോന്നതയുടെ താളത്തിൽ ഇടിച്ചു കുത്തട, ഓമർത്തി കുത്തട. അങ്ങനെ നീട്ടിക്കുത്തി അടവങ്കായങ്ങൾ കുത്തി എറിഞ്ഞുകൊണ്ട് 9-ാം നമ്പർ വള്ളം PG കരിപ്പുഴ ഇതാ ഫിനിഷിംഗിലൂടെ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് സാംസൺ ചാക്കോയുടെ ആ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴ വരുമ്പോൾ തൊട്ടു പിന്നാലെ ചിറമേൽ തോട്ടുകടവനും ആരാടാ മുന്നിൽ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. ഇടിച്ചു കുത്തട, അമർത്തി കുത്തട, നീട്ടി കുത്തട. ഇതാരാണ്? ചിറമേൽ തോട്ടുകടവൻ. ഇല്ല പുന്നത്ര പുരയ്ക്കല് വിട്ടുകൊടുക്കുന്നില്ല. അയ്യടാ പോയടാ. ഇതാ ചിറമേൽ തോട്ടുകടവനും പുന്നത്ര പുരയ്ക്കലും. ആര് ജയിച്ചു എന്ന് ജഡ്ജസ് ആണ് പറയേണ്ടത്. മക്കളെ, അതിഗംഭീരമായിരുന്നു, സുന്ദരമായിരുന്നു ഈ തുഴച്ചില്. നിങ്ങൾക്കറിയാം തുഴയുന്നതിന്റെ വിഷമം, ഞങ്ങൾക്കറിയാം പറയുന്നതിന്റെ വിഷമം, ഇവിടെ ഇരിക്കുന്നവർക്കറിയാം കളി കാണുന്നതിന്റെ വിഷമം.